അങ്ങനെ ഗൃഹസ്ഥനായി ജീവിക്കുമ്പോൾ അഗ്നിഹോമാദികൾ ചെയ്യണം. ബ്രാഹ്മണൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 40 സംസ്കാരങ്ങളോട് കൂടിയവനാണ് ബ്രാഹ്മണൻ. ഷോഡശ സംസ്കാരങ്ങൾ മാത്രമല്ല, 40 സംസ്കാരങ്ങളും 8 ഗുണങ്ങളോടും കൂടിയ ആളാണ് ബഹുശ്രുതൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ അങ്ങനെ ആയിരിക്കണം എന്നാണ്. 40 സംസ്കാരങ്ങളിൽ ചിലത് ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവുന്നതാണ്. ഷോഡശ സംസ്കാരങ്ങളൊക്കെ അങ്ങനെയാണ്, ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവുന്നതാണ്. അതിൽ രസകരമായിട്ടുള്ള ഒരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നപ്രാശന സമയത്ത്, ചോറൂണ് സമയത്ത് ബ്രാഹ്മണൻ ചോറൂണ് നടത്തുമ്പം ആപസ്തംഭ ഗൃഹ്യസൂത്രമനുസരിച്ച്, ആപസ്തംഭൻ ബോധായനൻ്റെ ശിഷ്യനാണ്. ഇത് കൃഷ്ണ യജുർവേദത്തിൻ്റെ ഭാഗമാണ്, തൈത്തിരീയ സംഹിതയുടെ ഭാഗമാണ് ഈ ഗൃഹ്യസൂത്രം. ആ ഗൃഹ്യസൂത്രത്തിൽ അന്നപ്രാശനത്തിൻ്റെ സ്ഥലത്ത്, അന്നപ്രാശനം പറയുന്ന സ്ഥലത്ത് പറയുന്നു, ചിലർ അന്നപ്രാശനത്തിന് തിത്തിരി പക്ഷികളുടെ മാംസം കൊടുക്കാറ് പതിവുണ്ട്. ആപസ്തംഭൻ പറഞ്ഞതാണ്, ഗിരീഷ് കുമാർ പറഞ്ഞതല്ല, ആപസ്തംഭൻ പറഞ്ഞതാണ്. ഇനി ആശ്വലായന ഗൃഹ്യസൂത്രം, അത് ഋഗ്വേദികളുടെ സൂത്രമാണ്. അതിൽ അന്നപ്രാശനത്തെപ്പറ്റി പറയുന്നു, നിഷ്കാമതയോടുകൂടിയാണ് അന്നപ്രാശനം കഴിക്കുന്നത് എങ്കിൽ കാളയുടെ ഇറച്ചി കൊടുക്കാവുന്നതാണ്. ബ്രഹ്മവർച്ചസ്സാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തിത്തിരി പക്ഷിയുടെ മാംസം കൊടുക്കാവുന്നതാണ്. തേജസ്സാണ് കാക്ഷിക്കുന്നത് എങ്കിൽ ഘൃതോദനം, നെയ്ച്ചോറ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ 40 സംസ്കാരങ്ങളിലെ പാകയജ്ഞങ്ങൾ, ഹവിർയജ്ഞങ്ങൾ, സോമസംസ്ഥങ്ങൾ, അങ്ങനെ 3 തരത്തിലുള്ള ഹോമ യാഗക്രിയകളും പറയുന്നുണ്ട്. അതിൽ ചിലതെല്ലാം എല്ലാ ദിവസവും ചെയ്യണം, ചിലതൊക്കെ വർഷത്തിലൊരിക്കൽ ചെയ്യണം, ചിലതൊക്കെ ഋതുക്കളിൽ ചെയ്യണം, അങ്ങനെ നിയമങ്ങളുണ്ട്. അതിൽ പാകയജ്ഞം എന്ന് പറഞ്ഞാൽ അല്പയജ്ഞം, കുറച്ചേ ഉണ്ടാവുള്ളൂ റിച്വൽസ്. ഹവിർയജ്ഞം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ റിച്വലിസ്റ്റിക്കാണ്. സോമസംസ്ഥം എന്ന് പറഞ്ഞാൽ കുറേ കൂടി റിച്വൽസ് ഉള്ളതാണ്. അതിൽ പാകയജ്ഞത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു യജ്ഞമാണ് അഷ്ടകാം എന്ന് പറയുന്നത്. അഷ്ടക എന്ന് പറയുന്നത് ഒരു തരം ശ്രാദ്ധമാണ്. അതിൽ ആശ്വലായന ഗൃഹ്യസൂത്രം പറയുന്നത് ആ ശ്രാദ്ധം ചെയ്യുമ്പോൾ, അഷ്ടകപ്പാകയജ്ഞം ചെയ്യുമ്പം തലേ ദിവസം, നാളെയാണ് ശ്രാദ്ധമെങ്കിൽ തലേ ദിവസം ഒരു കാളയെ കൊന്ന് അതിൻ്റെ മാംസം ബ്രാഹ്മണർക്ക് ഭോജനമായി കൊടുക്കണം. പുരുഷന്മാരുടെ പിതൃക്രിയകളാണ്, പുരുഷന്മാരാണ് പിതൃക്കൾ, പുരുഷന്മാരുടെ ശ്രാദ്ധമാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വേണം. സ്ത്രീകളാണെങ്കിലോ മദ്യവും കൊടുക്കണം. 3 തരത്തിലുള്ള മദ്യത്തെപ്പറ്റി അതിൽ പറയുന്നു, പൈഷ്ടി, മാധ്വി, ഗൗഡി, അങ്ങനെ 3 തരത്തിലുള്ള മദ്യത്തെപ്പറ്റിയും അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം പലരിൽ നിന്നും കേട്ടു ധരിച്ചതുപോലെയല്ല യഥാർത്ഥത്തിലുള്ള ഭാരതീയ സംസ്കാരം. അത് വ്യത്യസ്തമാണ്. ഒറിജിനൽ ടെക്സ്റ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ പ്രാചീന ആചാര്യന്മാരുടെ മനസ്സ് നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇത് എന്നോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായിട്ട് കാര്യമില്ല, ഇതൊക്കെ ഗൃഹ്യസൂത്രങ്ങളിലുള്ളതാണ്, ഞാനില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഈ 40 സംസ്കാരങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, 8 ഗുണങ്ങളും ഉണ്ടാകണം. അവ ഏതൊക്കെയാണ്? ദയ, അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കമ്പാഷനേറ്റ് ആയിരിക്കണം, എല്ലാവരോടും സ്നേഹം ഒക്കെ ഉണ്ടാവണം. ക്ഷാന്തി, തിതിക്ഷ, ജീവിതം തരുന്ന അനുഭവങ്ങളെ പരാതികളൊന്നും കൂടാതെ സ്വീകരിച്ച് സഹിക്കുവാനുള്ള ഒരു കഴിവ്. അസൂയയില്ലായ്മ. ശൗചം, വൃത്തി. അനായാസം, എന്ത് ചെയ്താലാണോ എന്നും ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് ചെയ്യാതിരിക്കൽ, അതാണ് അനായാസ. മംഗളം, വിധിച്ചത് ചെയ്യൽ, വിധിക്കാത്തത് ചെയ്യാതിരിക്കൽ, അതാണ് മംഗളകർമ്മം എന്ന് പറഞ്ഞാൽ വിധിച്ച കർമ്മം, വിധിക്കാത്തത് ചെയ്യാതിരിക്കൽ, ഇതാണ് മംഗളം. അകാർപ്പണ്യം, പിശുക്കില്ലായ്മ. അസ്പൃഹ, മറ്റുള്ളവരുടേത് തൻ്റേതാക്കാൻ ആഗ്രഹിക്കാതിരിക്കുക. ഈ 8 ഗുണങ്ങളും 40 സംസ്കാരങ്ങളും ഉള്ളവരാണ് ബഹുശ്രുതൻ. ഇനിയും ഈ 40 സംസ്കാരങ്ങളിൽ മുഴുവനില്ല, കുറേയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഷോഡശ സംസ്കാരങ്ങൾ അനിവാര്യമാണ്, ബാക്കിയുള്ളതൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 8 ഗുണങ്ങളുണ്ട് എങ്കിൽ അയാൾ ബഹുശ്രുതനാണ്. ഈ 8 ഗുണങ്ങളില്ല, 40
സംസ്കാരങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ എങ്കിൽ അയാൾ ബഹുശ്രുതനല്ല. അപ്പോൾ ഈ ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നേരത്തെ പറഞ്ഞ 40 സംസ്കാരങ്ങളിലൊന്നായ അന്നപ്രാശനത്തിൽ ഒരു ചെറിയ തിരുത്ത്. ആശ്വലായന ഗൃഹ്യസൂത്രപ്രകാരമുള്ള അന്നപ്രാശനത്തിൽ നിഷ്കാമൻ കാളയിറച്ചിയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ശരിയല്ല. ആടാണ് ഉപയോഗിക്കേണ്ടത്. ആടിൻ്റെ മാംസമാണ് ഉപയോഗിക്കേണ്ടത്. ആ സൂത്രം ഇപ്രകാരമാണ്: ആജമന്നാദ്യകാമ. അകാമൻ, നിഷ്കാമൻ, അജത്തെ സംബന്ധിച്ചത്. വ്യാഖ്യാതാവ് എടുത്തു പറയുന്നുണ്ട്, അജത്തെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ആട്ടിൻ പാലോ അതിൻ്റെ നെയ്യോ അല്ല, മറിച്ച് മാംസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അകാമൻ, നിഷ്കാമൻ ആട്ടിറച്ചിയാണ് അന്നപ്രാശനത്തിന് ഉപയോഗിക്കേണ്ടത്. തൈത്തിരം ബ്രഹ്മവർച്ചസ കാമ. തിത്തിരപ്പക്ഷിയുടെ മാംസമാണ് ബ്രഹ്മവർച്ചസ്, ബ്രഹ്മതേജസ് ആഗ്രഹിക്കുന്ന ഒരാൾ കൊടുക്കേണ്ടത്. ഘൃതോദനം തേജസ് കാമ. തേജസ് ആഗ്രഹിക്കുന്ന ഒരാൾ നെയ്യ് ചേർന്ന അന്നം, നെയ്ച്ചോറ് ആണ് കൊടുക്കേണ്ടത്. നെയ്യ് ചേർന്ന അന്നമാണ് കൊടുക്കേണ്ടത്. ആശ്വലായന ഗൃഹ്യസൂത്രം 1, 16, 2, 3 ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗം 16ാമത്തെ അധ്യായം 2ഉം 3ഉം സൂത്രങ്ങൾ. ഇത് ആശ്വലായന ഗൃഹ്യസൂത്രത്തിലുള്ളതാണ്. അത് ഋഗ്വേദോക്തമാണ്. ഇനി ഋഗ്വേദത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ആണ്. ഇനി അതിൽ തന്നെ ഞാൻ 3 യാഗങ്ങൾ, യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. പാകയജ്ഞ, ഹവിർ യജ്ഞം, പിന്നെ സോമസംസ്ഥം, അങ്ങനെ 3 എണ്ണം. അതിൽ പാകയജ്ഞം, പാകം എന്ന് പറഞ്ഞാൽ അല്പം വളരെ കുറച്ച് റിച്വൽസോട് കൂടിയത് പാകയജ്ഞം. കുറച്ചും കൂടി റിച്വൽസോട് കൂടി ഹവിസ്, അഗ്നിയിങ്കൽ ഹോമിക്കുന്നത് ഹവിർ യജ്ഞം. വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള റിച്വൽസോട് കൂടിയത് സോമസംസ്ഥം. അതിൽ പാകയജ്ഞങ്ങളിൽ ഒന്നാണ് അഷ്ടക എന്നാണ് ഞാൻ പറഞ്ഞത്. അഷ്ടക എന്നാണ്. അത് പാകയജ്ഞമാണ്. അവിടെ വാപ ഹോമിക്കണം. പാകയജ്ഞം എന്ന് അഷ്ടക എന്ന് പറയുന്നത് ശ്രാദ്ധമാണ്. ഒരു പ്രത്യേകതരം ശ്രാദ്ധമാണ്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതാണ്. ചില പ്രത്യേക നാളുകളിൽ വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതാണ്. അതിന് വാപ ഹോമിക്കണം. കാളയെ കൊന്ന് അന്ന് ഉപയോഗിക്കും ഈ അഷ്ടക എന്ന യജ്ഞത്തിൽ. കാളയെ കൊന്ന് അതിൻ്റെ മാംസം കുറച്ച് ഹോമിക്കും, കുറച്ച് പിതൃക്കൾക്ക് കൊടുക്കും, ബാക്കി ബ്രാഹ്മണ ഭോജനത്തിന് ഉപയോഗിക്കും. അന്വഷ്ടകാകർമ്മം എന്ന് പറഞ്ഞിട്ട് അഷ്ടക എന്ന പാകയജ്ഞത്തിന് വേറൊരു വിഭാഗമുണ്ട്, അന്വഷ്ടകാകർമ്മം. അതിന് തലേന്ന് കാളയെ കൊന്ന് ഹോമിക്കുകയും മറ്റും ചെയ്യും. ബാക്കിയുള്ളത് പിറ്റേ ദിവസം ബ്രാഹ്മണ ഭോജനത്തിന് ഉപയോഗിക്കും. സ്ത്രീ ശ്രാദ്ധമാണെങ്കിൽ ഇതും അതിനോടൊപ്പം മദ്യവും കൊടുക്കും. ഇത് ആശ്വലായന ഗൃഹ്യസൂത്രത്തിലുള്ളതാണ്. നമുക്കിത് വായിച്ച് നോക്കുമ്പം നമ്മുടെ നാട്ടിൽ ചില വിഭാഗങ്ങളുടെ ഇടയിൽ, ചില സമുദായത്തിൽ ഈ വെച്ചു കൊടുക്കുക, പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. മന്ത്രമൊന്നും ഉണ്ടാവില്ല, മദ്യവും മാംസവും ഒക്കെ കൂടി വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഒരു പക്ഷേ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്ന് തോന്നാം ഇത് വായിച്ച് നോക്കുമ്പം. ആ ചടങ്ങ് ചെയ്യുമ്പം വെച്ച് കൊടുക്കുക, വീത് കൊടുക്കുക, അകത്ത് കൊടുക്കുക എന്നൊക്കെ ഇതിന് പറയും. ആ ചടങ്ങിന് മന്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അമന്ത്രങ്ങളായിട്ടാണ്. ഈ ക്രിയകളെല്ലാം മന്ത്രാത്മകം ആണ്. 40 സംസ്കാരങ്ങൾ, അതിൽ ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. 40 സംസ്കാരങ്ങൾ, 8 ഗുണങ്ങൾ. ഇവയോട് കൂടിയവരും വേദങ്ങൾ, വേദാംഗങ്ങൾ, പുരാണ ഇതിഹാസങ്ങൾ ഇവ അറിയുന്നവനും ആണ് ബഹുശ്രുതൻ. ബഹുശ്രുതൻ എന്ന് വിളിക്കുന്നത് ആ ആളെയാണ്. 40 സംസ്കാരങ്ങളും ഇല്ലെങ്കിലും 8 ഗുണങ്ങൾ അനിവാര്യമാണ്. 8 ഗുണങ്ങൾ ഇല്ലെങ്കിൽ 40 സംസ്കാരങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ട് കാര്യമില്ല. 8 ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അറിവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ളൊരു ബഹുശ്രുതന് രാജാവ് വഴിമാറി കൊടുക്കണം എന്നാണ്. എല്ലാവരും രാജാവിന് വഴിമാറി കൊടുക്കണം. രാജാവാകട്ടെ ഒരു ബഹുശ്രുതന് വഴിമാറി കൊടുക്കണം. ഇവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജന്മം തൊട്ട് എന്ന് പറഞ്ഞു. ജനക മഹാരാജാവ് ശ്രീശുകന്
ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ജന്മം തൊട്ട് ബ്രാഹ്മണൻ എന്തു വേണമെന്നുള്ളത് ഞാൻ ആദ്യമായി പറയാം എന്ന് പറഞ്ഞു. ഈ ജന്മം തൊട്ട് ജന്മനാ ആണ് ഒരാൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ ആവുന്നത്. പക്ഷേ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന തരത്തിലുള്ള ജന്മം അല്ല. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നത്? ജന്മം തൊട്ട് ബ്രാഹ്മണന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ശ്രീശുകനെ ബ്രാഹ്മണൻ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരിക്കണം. ബ്രാഹ്മണ ദമ്പതികൾക്കാണ് ബ്രാഹ്മണ പുത്രനോ പുത്രിയോ ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധാരണയനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ ശ്രീശുകൻ്റെ അമ്മ വാസ്തവത്തിൽ ആരാണ്? അരണിയാണോ? തത്തയാണോ? ഘൃതാചി എന്ന അപ്സരസാണോ? അപ്പോൾ നാം ധരിച്ചു വച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ജന്മമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രീശുകൻ്റെ അച്ഛനായ വ്യാസൻ്റെ ജന്മം എടുത്തു നോക്കിയാലോ? വ്യാസൻ്റെ മാതാവ് ആരാണ്? മത്സ്യഗന്ധി എന്ന സ്ത്രീയാണ്. അപ്പോൾ ആ രീതിയിലും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു സങ്കല്പമനുസരിച്ചല്ല ഇവിടെ ജന്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജന്മം എന്നുദ്ദേശിക്കുന്നത് ഏത് കുലത്തിലും ബ്രാഹ്മണന് ജനിക്കാം. ബ്രാഹ്മണ ദമ്പതികൾക്ക് ശൂദ്രസന്തതികൾ ഉണ്ടാകാം, ശൂദ്ര ദമ്പതികൾക്ക് ബ്രാഹ്മണ സന്തതിയും ഉണ്ടാകാം. ജന്മനാ ഉള്ള ഗുണങ്ങളുടെ പരിപോഷണം ആണ് ഈ വർണ്ണങ്ങൾ. ജന്മനാ ആണ് ആ ഗുണങ്ങൾ ഉണ്ടാവുക. ചില ഗുണങ്ങൾ ചിലർക്ക്, വളരെ അപൂർവം ചിലർക്ക് സംസ്കരിച്ചും ആ ഗുണങ്ങൾ ഉണ്ടാക്കാം. കർമ്മം ചെയ്ത് സംസ്കാരം നേടി ആ ഗുണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ജന്മനാ ആണ് സ്വാഭാവികമായിട്ടും ഇവയൊക്കെ ഉണ്ടാവുക. അതിനെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം ധരിച്ചു വച്ചിരിക്കുന്ന രീതിയിലുള്ള ജന്മമല്ല എന്നും കൂടി വ്യാസഭഗവാൻ നമ്മളോട് ഈ കഥാഭാഗത്തിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം നാം നമ്മുടെ ഇന്നത്തെ കാലത്തിലുള്ള വർണ്ണ വ്യവസ്ഥയല്ല അന്നുണ്ടായിരുന്നത്. കാരണം ശ്രീശുകൻ്റെ അമ്മയും വ്യാസഭഗവാന്റെ അമ്മയും നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ജന്മനാ ഉള്ള ഗുണങ്ങളെ പരിപോഷിപ്പിക്കുകയാണ്. അതാരിലും ഉണ്ടാകാം. ആരും ബ്രാഹ്മണനാകാം, ആരും ശൂദ്രനും ആകാം. അങ്ങനെ അഗ്നിഹോമാദികൾ ചെയ്യണം. പുത്രന്മാരെ നേടി അവസാനം കാട്ടിൽ പോയി വന്യാശ്രമം സ്വീകരിക്കണം. പുംസവനം ചെയ്യണം. ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ പുംസവനം ചെയ്യണം. പുരുഷപ്രജയെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ പുംസവനം ചെയ്യണം. ഗൃഹ്യധർമ്മസൂത്രങ്ങൾ പറയുന്നതാണ്. നേരെ മറിച്ച് പുരുഷപ്രജയെ ആഗ്രഹിക്കുന്നില്ല, സ്ത്രീയാണ് വേണ്ടത് എങ്കിൽ പുംസവനം ചെയ്യേണ്ട. പുത്രന്മാരെ നേടി അവസാനം കാട്ടിൽ പോയി വന്യാശ്രമം സ്വീകരിക്കണം. വാനപ്രസ്ഥം. ശാസ്ത്രം അനുശാസിക്കുന്ന വിധം അഗ്നിയെ അർപ്പിച്ച് അതിഥികളിൽ ആദരവോടും പ്രിയത്തോടും കൂടി വാഴുക. അഗ്നിക്രിയകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ വീട്ടിൽ എന്നും അഗ്നികാര്യങ്ങൾ ചെയ്യണം. ബ്രാഹ്മണൻ ചെയ്യേണ്ടതായിട്ടുള്ള പലതരത്തിലുള്ള ഹോമങ്ങളും യാഗങ്ങളുമുണ്ട്, അത് ചെയ്യണം. അങ്ങനെ അത് ചെയ്ത് അതിഥികളിൽ ആദരവോടും പ്രിയത്തോടും വാഴുക. കാട്ടിൽ അഗ്നികളെ തന്നിലാക്കി ധർമ്മജ്ഞനായ പുരുഷൻ ശീതാതപാദികളായ ദ്വന്ദ്വങ്ങളെ വിട്ട് വീതരാഗനായി ബ്രഹ്മാശ്രമിയായി വാഴുക. കാട്ടിലേക്ക് ചെന്നാൽ ഈ അഗ്നി എന്താ ചെയ്യുക? തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കണം. ബാഹ്യാഗ്നിയെ ആന്തരികാഗ്നിയാക്കിയിട്ട് വേണം വാനപ്രസ്ഥത്തിന് പോകാൻ. ദ്വന്ദ്വങ്ങളെ സഹിക്കണം. ഇത്രയുമാണ് ജനക മഹാരാജാവ് ശ്രീശുകനോട് പറഞ്ഞത്. സംക്ഷിപ്തമായിട്ടൊരു ബ്രാഹ്മണൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ധരിച്ചു വച്ചിരിക്കുന്നത് ഷോഡശ സംസ്കാര സമ്പന്നനായാൽ ബ്രാഹ്മണനായി എന്നാണ്, പോരാന്നാണ്. 40 സംസ്കാരങ്ങളാണ് പറയുന്നത്. ചിലത് നിത്യമാണ്, ചിലത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതാണ്, ചിലത് വാർഷികമായി ചെയ്യേണ്ടതാണ്, ചിലത് നൈമിത്തികമായി ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞ 8 ഗുണങ്ങളും ഉണ്ടാകണം. അതൊന്നുകൂടി പറയാമോ? 8 ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദയാ, ക്ഷാന്തി, അനസൂയ, ശൗചം, അനായാസ, മംഗളം, അകാർപ്പണ്യം, അസ്പൃഹ. ഈ 8 ഗുണങ്ങളും ഉണ്ടാകണം. ഈ 8 ഗുണങ്ങളോട് കൂടിയിട്ട് വേണം ഈ സംസ്കാരം ചെയ്യാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? അപൂർവം ഉണ്ടാകും.
അപൂർവം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ ട്രാൻസ്ഫോം ചെയ്യുവാൻ പറ്റിയത്, നമ്മുടെ ട്രാൻസ്ഫോർമേഷന് സഹായകരമായത് അതുണ്ടാകും. അങ്ങനെ ഈ 40 സംസ്കാരങ്ങൾ ചെയ്യുകയും 8 ഗുണങ്ങളോട് കൂടിയ ഉള്ള ഒരാളെയാണ് ബഹുശ്രുതൻ എന്ന് വിളിക്കുന്നത്. അയാൾ രാജാവിനും മുകളിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ഭാരതത്തിലുള്ളതാണ്. ഞാനീ പറഞ്ഞതൊന്നും എൻ്റെ വക ആഡ് ചെയ്തതൊന്നുമല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറഞ്ഞതും അല്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അനിവാര്യമായ ജിജ്ഞാസയുണ്ടാക്കുവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ഗൃഹ്യസൂത്രങ്ങളെല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിളുമാണ്. ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസ് നമുക്ക് കിട്ടും. പാട്രിക് ഒലിവലി ഇത് മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും നമുക്ക് കിട്ടും. അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഇത് വിസ്തരിച്ച് പറയുക. ഗൃഹ്യസൂത്രങ്ങളിൽ സൂത്രം മാത്രമേ കാണുകയുള്ളൂ, അതിൻ്റെ വ്യാഖ്യാനങ്ങളിലാണത് വിസ്തരിച്ച് പറയുക. അങ്ങനെ വാനപ്രസ്ഥനായി തീരണം. അപ്പോൾ ശ്രീശുകൻ ജനക മഹാരാജ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ശ്രീശുകൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ശ്രീശുകൻ ചോദിക്കുകയാണ്, നിർദ്വന്ദ്വനായി ജ്ഞാനങ്ങളൊക്കെ വേണ്ട മാതിരി ഉറച്ച ഒരുവൻ. അദ്ദേഹം പിന്നെയും സംശയം ചോദിക്കുന്നത് ഇതാണ് ജനറലായിട്ടൊരു ബ്രാഹ്മണൻ ചെയ്യേണ്ടത്. പക്ഷേ നിർദ്വന്ദ്വനായി ജ്ഞാനങ്ങളൊക്കെ വേണ്ടതുമാതിരി ഉറച്ച ഒരുവൻ പിന്നെ 3 ആശ്രമങ്ങളെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവ 3നെയും സ്വീകരിച്ചു കൊള്ളണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ? വാസിഷ്ഠ സ്മൃതിയിലാണ് വാസ്തവത്തിൽ വേണ്ട എന്ന് പറയുന്നത്. വാസിഷ്ഠ സ്മൃതിയിൽ പറയുന്നുണ്ട് ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട. ശ്രീശുകൻ പക്ഷേ ആ ചോദ്യം ജനക മഹാരാജാവിനോട് ചോദിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള വലിയ സംശയമാണിത്, അതങ്ങ് എനിക്ക് പറഞ്ഞു തരണം. വേദാർത്ഥ തത്വപ്രകാരം ഉദാഹരണ സഹിതം എനിക്ക് പറഞ്ഞു തരണേ രാജാവേ. അതാണ് സംശയം. അതായത് നിർദ്വന്ദ്വനായി അറിഞ്ഞു കഴിഞ്ഞ് നിർദ്വന്ദ്വനായ ഒരാൾ ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.